ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് വന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ഓൾ ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമായിട്ട് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ പൊടി ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്, എല്ലില്ലാത്ത ചിക്കന് ചെറിയ ചെറിയ പീസസ് ആക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് തന്നെ എടുക്കണം. അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ളു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മുളക് പൊടിയും കാശ്മീരി ചില്ലിയാണ്, അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പൊടികളിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടികളൊന്നും ഇടുന്നില്ല. ചിക്കൻ അങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി, പൊടികളില്ലാതെ കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മളതുപോലെ ചിക്കൻ ഇട്ട് കൊടുക്കും. നമ്മൾ ചിക്കൻ സാധാ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതേപോലെ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കൊടുത്ത് അത് ഫ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഇതാ എണ്ണയിലെടുത്ത് മാറ്റി. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ള വെളുത്തുള്ളി ഒരു എല്ലിന് നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 7 എടുത്തത്. നിങ്ങൾക്ക് ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 10-12 ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇതുപോലെ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ വെളുത്തുള്ളി ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് അടുത്തിടേണ്ടത് ഉള്ളി ഇതുപോലെ സ്ലൈസ് ആക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. ഇപ്പം ഇതാ ഉള്ളി നന്നായി ഫ്രൈ ആവാൻ എടുക്കുക. അത് കരിക്കരുത് കേട്ടോ, നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ അതും എടുത്ത് മാറ്റി. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 4 ഉണക്കമുളകാണ്. നിങ്ങൾക്ക് എരിവുള്ളതാണെങ്കിൽ 4-5 എടുത്താൽ മതി. എരിവില്ലാത്തതാണെങ്കിൽ ഒരു 6-7 നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, എരിവില്ലാത്ത ഉണക്കമുളകാണെങ്കിൽ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഫ്ലെയിമൊക്കെ ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഹൈയിലിട്ടാൽ അത് പെട്ടെന്ന് തന്നെ കരിയുള്ളൂ. നമ്മൾ അതെടുത്ത് മാറ്റി ചൂടാറിയ ശേഷം മാത്രം അരച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അതുപോലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ല, അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരിക. ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസും ചേർക്കണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. അത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 സ്പൂണാണ് ഗരം മസാല. അതിട്ടിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരിക. അപ്പോൾ നമ്മളത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് ഈ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഇതുപോലെ ചിക്കൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കറി ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടി കഴിക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇത് ബാക്കി വരുന്ന സമയത്ത് അതുപോലെ കൂടുതൽ ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കറികളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇതുപോലൊന്നും ചിക്കൻ ഉള്ള സമയത്ത് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചോറിൻ്റെ സമയത്തൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.